ഹലോ ഗായ്സ്, എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ ഇന്ന് റമദാനിൻ്റെ ഒരു ചെറിയൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വ്ളോഗൊന്നുമല്ല, അപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാനില്ല. അപ്പോൾ ഇത് മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്, ഏതോ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഇങ്ങനെ ഫോണിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊരു 4 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിലേക്കൊരു 1/4 കപ്പ് ഓയിൽ, പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് മൈദയാണ് കേട്ടോ. മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് പാല്, പിന്നെ ഒരു 3-4 വള്ളി വെളുത്തുള്ളി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ വേണം. ഒരു 1/4 കിലോയുടെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് ആക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഉള്ളിയും പച്ചമുളക് ഇട്ടിട്ടില്ല, ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ സാധാരണ ഇടുന്ന മസാലപ്പൊടികൾ തന്നെയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും. അത് നമ്മൾ ചിക്കനിൽ കുറച്ച് മുളക് പൊടി ഇട്ടുകൊണ്ട് ഇതിൽ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും. പിന്നെ നിങ്ങൾ ചിക്കൻ മസാലയൊക്കെ യൂസ് ആക്കുന്നുണ്ട് ഇടാം. ഞാനിങ്ങനത്തെ മസാലകളൊന്നും നോക്കുമ്പോൾ ചിക്കൻ മസാല ഇടയില്ല. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ഷ്രഗ് ചെയ്തിട്ട് അതും മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മസാല റെഡിയാക്കി മാറ്റി വെക്കാം. നമുക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ആദ്യം കുറച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കട്ടിയുള്ള പാനാവുമ്പോൾ കുറച്ച് തീ കൂട്ടി വെച്ച് കൊടുക്കണം അപ്പോൾ ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് കുറച്ച് വെച്ചെടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാല നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ പിന്നെയും നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മസാല പിന്നെ ഒഴിച്ച് കൊടുക്കാം. അധികം തിക്കുമല്ല അധികം ലൂസും അല്ലാത്ത ഒരു ഇതിലുള്ള ബാറ്ററാണ് കേട്ടോ. പിന്നെ എല്ലാ മസാലയും ഇട്ടിട്ട് ഇതാ ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് ക്യാരറ്റും കുറച്ച് കുക്കുംബറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം കേട്ടോ. അത് അപ്പോൾ അടിയിലൊരു പ്ലേറ്റ് വെച്ചെടുക്കുന്നുണ്ട്, വെച്ച് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ റെഡിയായപ്പോൾ ഫോട്ടോ എടുക്കാൻ വിട്ടു. ഇപ്പം ഞാൻ കാണിച്ചത് പിന്നെ എടുത്ത ഒരു ഇറാനി പോളൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇറാനി പോളയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ വീഡിയോ കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നോമ്പ് തുറന്ന കുറച്ച് ചെറിയ ക്ലിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.